ഓ പിന്നെ ഈ കിടക്കണ 3ഉം 4ഉം അടക്കം അങ്ങോട്ട് പിഴുതെറിയാനാണല്ലോ ഇവൾ ഇത്രയും ഷോ കാണിക്കുന്നത് നിങ്ങൾക്ക് തോന്നിയേക്കാം. സ്വാഭാവികം, ആരെയും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു നൊസ്റ്റു പ്രകാരമാണ് ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നൊസ്റ്റു എന്നൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് മുന്നേ വരെ ഇതായിട്ട് ചെയ്തിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ വലിയ ഒരു ബഞ്ചൊക്കെ എടുത്തിട്ടാണ് ഇങ്ങനെ അടിക്കേണ്ടത്. ഇതിപ്പോൾ അതൊക്കെ അവർ ചെയ്തിട്ടുകൊണ്ട് തന്നെ ആകെ എനിക്കൊരു കുഞ്ഞതേ കിട്ടിയുള്ളൂ. അങ്ങനെ ഒന്ന് തൊടിയിലേക്ക് ഇറങ്ങിയപ്പോൾ പന്നി കുത്തി ഇതാക്കിയതാണ്. ഇത് പ്രവർത്തനരഹിതമാണെന്ന് തോന്നുന്നു ആ സ്പ്രിംഗ്ലർ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായിട്ട് ഞാൻ ഇപ്പോൾ വീഡിയോ ഇടാറില്ല, ഹോസ്പിറ്റൽ കേസും ഇതൊക്കെ ആയിട്ട് തന്നെ. അതുപോലെ തന്നെ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ ഈ തൊടിയൊക്കെ ആകെ അലങ്കോലപ്പെട്ടിട്ടാണ് എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കൊറോണ കാലത്ത് ഇതിൻ്റെ ഒരു സാമ്രാജ്യം തന്നെയായിരുന്നു. ഇവിടെ ഒരു താജ്മഹൽ പണിയല്ലായിരുന്നു എൻ്റെ പണി. എനിക്കാണെങ്കിൽ ഒരു പകലൊന്നും ഉറക്കം വരില്ല. അപ്പോൾ ഫുൾ ടൈം ഞാൻ ഇതെടുത്ത് അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് ചൂലൊക്കെ എടുത്തിട്ട് വരെ ഞാൻ ഇതിൻ്റെയൊക്കെ സൈഡൊക്കെ അടിച്ചടിച്ച് ഉള്ളിലോട്ടാക്കും. കണ്ടോ, ഇപ്പം അടുപ്പാണെങ്കിലും കത്തിക്കാത്തതുകൊണ്ട് തന്നെ ഫുൾ വിറക് തെങ്ങിൻ്റെ അവിടെയാണ്. അപ്പം മെയിനായിട്ട് ഈ തെങ്ങുമെന്നുള്ള ഈ തേങ്ങയ്ക്ക് ആ ഓട് വീണ് പൊട്ടിയിട്ടാണ് ഇപ്പം തേങ്ങ ഇടാമെന്നൊക്കെ വെച്ചിട്ട് തേങ്ങയും അടക്കപ്പറക്കലും എല്ലാം ഇതാക്കി. ഇവളാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അടക്കെടുത്ത് വായിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം സ്ഥലം വിടും. ഭയങ്കര മടിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആ കരിമ്പന അതെല്ലാം പോയിട്ടുണ്ട്. പിന്നെ ഇതേ അപ്പുറത്ത് കാണുന്ന ആ പറമ്പുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ആ കൊറോണ കാലത്ത് അതിൽ ഈ കുറുക്കനും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് എൻ്റെ ഈ അണ്ണാനും ഇതിനൊക്കെ ഈ പായസമൊക്കെ അമ്പലത്തിൽ വെച്ച് കൊടുക്കണമൊക്കെ ഈ കുറുക്കൻ കാണാൻ ഞങ്ങൾ ആരും ഇല്ലാത്തപ്പോൾ വന്നിട്ട് കുറുക്കൻ എന്തൊക്കെ കഴിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ പെറുക്കാനൊക്കെ വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേനും ഓൾമോസ്റ്റ് ഒക്കെ പെറുക്കിയിട്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഈ കുരുമുളകൊക്കെ ഇങ്ങനെ പറിക്കാൻ ലേറ്റായിട്ടൊക്കെയും പിന്നെ എന്തൊക്കെയോ കേട് കാരണം അതൊക്കെ ഇങ്ങനെ ഇതേ താഴോട്ട് വീണ് കിടക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ പെറുക്കിയിട്ട് എന്താ പറയുക, ഈ വാഴൻ്റെ ഈ പൂവില്ലേ അതിൻ്റെ എന്തോ ഒരു സംഭവം ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ പെറുക്കിയിട്ട് ഇട്ടു. അതാകുമ്പോൾ പിന്നെ കുറേ ഉണ്ടായിരിക്കും, ഹെൽത്തി ആയിട്ട് അത് അങ്ങനെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഈ കുരുമുളകിൻ്റെ ആ ഒരു തോക്കനുണ്ടല്ലോ, അത് അത്ര അങ്ങോട്ട് ചെറുതല്ല കേട്ടോ, നല്ല നീളമുണ്ട്. പക്ഷെ എന്നാൽ അതിൽ എല്ലാ ആ മണികളും അത്ര ഹെൽത്തി അല്ല. അതിൽ ചിലതൊക്കെ ഉണങ്ങിയിട്ട് പോയിട്ടുമുണ്ട്. ലാസ്റ്റ് അടിയിലേക്കൊക്കെ നോക്കുമ്പോൾ പൂപ്പുണ്ട്. നമ്മളെ ശ്രദ്ധ കുറവ് കൊണ്ട് തന്നെ ആയിരിക്കും, കുറച്ച് നാളായിരിക്കണു ഞാൻ ഇതൊക്കെ ഇല്ലാണ്ട് അങ്ങനെ കേട് വന്നതായിട്ട് പോയിട്ട്. പിന്നെ ആ കിടക്കുന്ന വാഴയൊക്കെ ഉണ്ടല്ലോ, ഇത് പന്നിയുടെ വേറൊരു അക്രമം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കുത്തി മറിച്ചിടലാണ് ഈ പന്നിയുടെ പണി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചേന, ചേമ്പ് ഈ മാതിരി സാധനങ്ങളൊന്നും തന്നെ ഉണ്ടാക്കാറില്ല. ഇത് പിന്നെ എൻ്റെ ഹൈറ്റിനൊക്കെ അതായതുകൊണ്ട് എനിക്ക് പറിക്കാനൊക്കെ അത്യാവശ്യം എളുപ്പമാണ്. പിന്നെ വീടിന് മേലെന്തോ മരം അല്ല സ്വർണം കായ്ക്കുന്നത് ചായച്ചാലും വെട്ടണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ഒരു പുളി വെട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു ഒറ്റ പുളിയിലാണ് പ്രതീക്ഷ ഇനി എന്ന് കായ് തരാനാണാവുക. പിന്നെ ഈ കാണുന്നുണ്ടല്ലോ കാട്ടത്തിയാണ്.